യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നും നമുക്ക് ഒരു വചനം വായിക്കാം. യെശയ്യാവ് 6-ാം അധ്യായം 1-5 വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. 5-ാം വാക്യം, അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. യെശയ്യാവിന് ദൈവം കൊടുത്ത ആ ദർശനം, അതിനെക്കുറിച്ചാണ് ഇവിടെ വായിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള ദൈവത്തിൻ്റെ ഒരു ദർശനം പ്രാപിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഡയറക്ഷൻ മാറുന്നത് ഒരു ദൈവിക ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഉസിയ രാജാവ് മരിച്ചു. ദൈവം തൻ്റെ ദർശനം യെശയ്യാവിനെ കാണിക്കുന്നു. 2, 3, 4 വചനങ്ങളിൽ ദൈവത്തിൻ്റെ വിശുദ്ധിയും മഹത്വവും ദൂരെ നിന്ന് യെശയ്യാവ് കാണുന്നു. ദൈവദൂതന്മാർ ദൈവത്തിന് ചുറ്റും നിൽക്കുന്നു. ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മറപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. ദൈവത്തിൻ്റെ ആ വലിയ തേജസ്സും ഭയങ്കരത്വവും ശബ്ദവും ഒക്കെ യെശയ്യാവ് കാണുകയും കേൾക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചാണ് അവിടെ പ്രഘോഷിക്കപ്പെടുന്നത്. എന്തിനാ 3 പ്രാവശ്യം പറയുന്നത്? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. പള്ളിയിലൊക്കെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഇങ്ങനെ 3 പ്രാവശ്യം പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു ചൊല്ലാറുണ്ട്. ഞാൻ ചെറുപ്പത്തിലൊക്കെ അത് കേട്ട് പഠിച്ച് ചൊല്ലിയിട്ടുള്ള ആളാണ്. എന്തിനാ ഈ 3 പ്രാവശ്യം പറയുന്നത്? അതിലൊരർത്ഥമുണ്ട്. ദൈവം പണ്ട് മുതലേ മുൻകാലത്തും പരിശുദ്ധനായിരുന്നു. ഈ ദൈവം ഈ കാലത്തും ഇന്നും പരിശുദ്ധി ഉള്ളവനാണ്. ഇനിയും വരാൻ പോകുന്ന കാലത്തും ഈ ദൈവം പരിശുദ്ധി ഉള്ളവനാണ്. എല്ലാ കാലങ്ങളിലും ദൈവം പരിശുദ്ധനാണ്. അത് നമ്മുടെ ജീവിതത്തോടും സംസാരിക്കുന്നു. നിങ്ങളും ഞായറാഴ്ച മാത്രം ഭക്തിയുള്ളവരായിരുന്നാൽ പോരാ, എല്ലാ ദിവസങ്ങളിലും ആരാധനക്കാരും സത്യമുള്ളവരും ദൈവത്തെ ആരാധിക്കുന്നവരും വിശുദ്ധരുമായി ജീവിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ദർശനം ഈ യെശയ്യാവ് കണ്ടു. ആ കാഴ്ച അവനെ മാറ്റി. അതുകൊണ്ടാണ് 5-ാം വാക്യത്തിൽ തൻ്റെ പാപത്തെക്കുറിച്ച് ഉണർവുണ്ടായപ്പോൾ എനിക്ക് കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള മനുഷ്യനാണ്, ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ കണ്ടുവല്ലോ, രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇവിടെ യെശയ്യാവിൻ്റെ ജീവിതത്തിൽ ഒരു 100 പാപങ്ങളെക്കുറിച്ച് ബോധ്യം വന്നില്ല. അവിടെ ശ്രദ്ധിച്ചാൽ യെശയ്യാവിന് തൻ്റെ ജീവിതത്തിലെ കുറിപ്പിട്ട പ്രത്യേകമായ ഒരു പാപത്തെക്കുറിച്ചാണ് ബോധ്യം വന്നത്. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ പരിശോധിച്ചാൽ നാം പോരാടുന്ന, നമ്മെ ബാധിക്കുന്ന, നമ്മെ പ്രധാനമായിട്ടും അലട്ടുന്ന 1-2 തിന്മകളും ദോഷങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാണും. അത് മറ്റുള്ളവരുടെ ജീവിതത്തിലുള്ളതായിരിക്കണമെന്നില്ല, എല്ലാം ഡിഫറൻ്റ് ആയിരിക്കും. എൻ്റേതായ ചില ബലഹീനതകൾ, നമ്മുടെ ഓരോരുത്തരുടെയും ചില പാപങ്ങൾ. യെശയ്യാവിനെ സംബന്ധിച്ച് അരുതാത്ത കാര്യങ്ങൾ സംസാരിക്കുന്ന, വായി വരുന്നതൊക്കെ സംസാരിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന അങ്ങനെയുള്ളൊരു നാവ് തനിക്കുണ്ടെന്ന് ദൈവിക ദർശനത്തിൽ ദൈവത്തെ കണ്ടപ്പോൾ, ദൈവത്തിൻ്റെ മഹത്വം കണ്ടപ്പോൾ യെശയ്യാവിന് മനസ്സിലായി, എൻ്റെ നാവ് അതെത്ര മോശമാണ്, എത്ര തെറ്റായ കാര്യങ്ങളാണ് എൻ്റെ നാവ് സംസാരിക്കുന്നത് എന്നുള്ള ഉണർവ് യെശയ്യാവിനുണ്ടായി. ഈ നാവ് കൊണ്ട് ഞാൻ എങ്ങനെ ദൈവത്തിൻ്റെ പ്രവാചകനായി സംസാരിക്കും? ആ ഒരു ബോധ്യവും വന്നു. ദൈവമേ, എൻ്റെ നാവ് ശരിയല്ല, ഈ നാവ് കൊണ്ട് നിൻ്റെ വചനങ്ങൾ സംസാരിക്കാൻ എനിക്ക് ആവില്ല എന്ന് യെശയ്യാവ് പറഞ്ഞു. ദൈവം അതിന് പരിഹാരം വരുത്തി. നമുക്കറിയാം, താഴോട്ട് വായിക്കുമ്പോൾ അവിടെ യാഗപീഠത്തിൽ നിന്നും ഒരു തീക്കനലെടുത്ത് അവൻ്റെ നാവിന്മേൽ തൊട്ടു. അവൻ്റെ നാവ് അത് കരിച്ചു കളഞ്ഞു കാണും. തീക്കനൽ നാവെ തൊട്ടാൽ എന്ത് പറ്റുമെന്ന് നമുക്കറിയാം. നാവ് കരിഞ്ഞു കാണും, പൊള്ളിക്കാണും. പക്ഷേ ദൈവം അത് സിംബോളിക്കാണ് ചെയ്തത്. ദൈവം പറഞ്ഞു, നിൻ്റെ അധരങ്ങൾ ശരിയായി, ഇനി നിനക്ക് സംസാരിക്കാം, എൻ്റെ വചനങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞ് യെശയ്യാവിനെ കമ്മീഷൻ ചെയ്ത് അവിടുന്ന് വിടുകയാണ്. സഹോദരങ്ങളെ, ഈ യെശയ്യാവിൻ്റെ മുൻപുള്ള ജീവിതം എങ്ങനെയായിരുന്നു?
5-ാം അധ്യായം 8 മുതൽ 23 വരെ വായിച്ചാൽ മറ്റുള്ളവർക്ക് അയ്യോ കഷ്ടം, നിങ്ങൾക്ക് അയ്യോ കഷ്ടമെന്നും മറ്റുള്ളവരെ ചൂണ്ടിപ്പറഞ്ഞ് അവരുടെ പാപങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു ജീവിതമായിരുന്നു തനിക്കുണ്ടായിരുന്നത്. 5-ാം അധ്യായം 7 മുതൽ 23 വരെ വായിച്ചാൽ ഇസ്രായേൽ ജനങ്ങളുടെ പല പല പാപങ്ങളെ, ഇല്ലാത്ത കാര്യമല്ല, ഉള്ള പാപങ്ങളാണ്, യഥാർത്ഥമായ കാര്യങ്ങളാണ്, അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന തെറ്റുകളുണ്ട്, നിനക്ക് ഈ തെറ്റുണ്ട്, ഈ പാപങ്ങളുണ്ട്, ഈ തെറ്റുകളുണ്ട്, 7 കൂട്ടം കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ച് യെശയ്യാവ് സംസാരിച്ചു. നാമും മറ്റുള്ളവരുടെ തെറ്റുകളെയൊക്കെ ചൂണ്ടിക്കാണിക്കാൻ നാം വിദഗ്ധരാണ്, മിടുക്കരാണ്. പക്ഷേ നാം നമ്മുടെ കാര്യങ്ങൾ അറിയുന്നില്ല. അങ്ങനെ മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന് പറയുന്ന ഈ യെശയ്യാവിനെ ദൈവത്തിൻ്റെ ദർശനം കിട്ടിയപ്പോൾ മറ്റുള്ളവരുടെ കാര്യം യെശയ്യാവ് വിട്ടുകളഞ്ഞു. അയ്യോ എനിക്കാണ് കഷ്ടം, എനിക്കാണ് ദുരിതം, എൻ്റെ ജീവിതത്തിലാണ് പാപമുള്ളത് എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ പിറുപിറുപ്പിനെക്കുറിച്ചും ആവലാതി പറയുന്നതിനെക്കുറിച്ചും കംപ്ലൈൻറ്റ് പറയുന്നതിനെക്കുറിച്ചും ഒക്കെ നാം കേൾക്കുകയുണ്ടായി. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നും നാം കഴിഞ്ഞ ആഴ്ച കേൾക്കുകയുണ്ടായി. അതിൻ്റെ കാരണങ്ങളൊക്കെ നാം കേട്ടു. ഈ യെശയ്യാവിൻ്റെ ജീവിതത്തിലും മറ്റുള്ള മനുഷ്യരെക്കുറിച്ചുള്ള ആവലാതിയും, എൻ്റെ ജനങ്ങളൊക്കെ ഇങ്ങനെ ആയിപ്പോയല്ലോ, ഇസ്രായേൽ ജനങ്ങളൊക്കെ ഇങ്ങനെ ആയിപ്പോയല്ലോ, അവരെക്കുറിച്ചുള്ള പല സങ്കടങ്ങളും കംപ്ലൈൻസും പിറുപിറുപ്പും ഒക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് അവരെ ചൂണ്ടി പറയുന്നത്, നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ ഇങ്ങനെയുള്ളവരാണ്, നിങ്ങൾ അങ്ങനെയുള്ളവരാണ്, നിങ്ങളിത് വേണ്ടതവണ്ണം ചെയ്യുന്നില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യന് എങ്ങനെ വ്യത്യാസമുണ്ടായത്? അവൻ തന്നിലേക്ക് തന്നെ നോക്കി തൻ്റെ പാപങ്ങളെക്കുറിച്ച് ഉണർന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ദൈവിക ദർശനമാണ് അതിൻ്റെ രഹസ്യം എന്ന് പറയാൻ സാധിക്കും. ദ വിഷൻ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ദർശനം പ്രാപിച്ചപ്പോൾ മറ്റുള്ളവരിലേക്ക് നോക്കി സംസാരിക്കുന്നതും വിരൽ ചൂണ്ടുന്നതും പിറുപിറുക്കുന്നതും അവരെ ശപിക്കുന്നതുമൊക്കെ മതിയാക്കിയിട്ട് യെശയ്യാവ് തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞു, അയ്യോ എനിക്കാണ് ദുരിതം, എനിക്കാണ് കഷ്ടം, ഞാനാണ് കുറ്റക്കാരൻ എന്ന് യെശയ്യാവ് കണ്ടെത്തി. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെയും ഈ നാളുകളിൽ വ്യത്യാസപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. പരാതി പറയുന്ന സ്വഭാവവും പിറുപിറുപ്പും ആവലാതിയും, മറ്റുള്ളവരെക്കുറിച്ച് ആവലാതി പറയുന്നതും അവരെങ്ങനെയാണ് ഇവരിങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന സ്വഭാവമൊക്കെ മാറ്റി മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന നല്ല വാക്കുകൾ പറയാനും മറ്റുള്ളവരെക്കുറിച്ച് നല്ല വിചാരങ്ങൾ തരാനും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിന് നാം ദൈവികമായ ഒരു ദർശനം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ മാത്രമേ നമ്മുടെ അസംതൃപ്തി ഒക്കെ മാറുകയുള്ളൂ. നമ്മെക്കുറിച്ചുള്ള സഹതാപമൊക്കെ മാറുന്നത് അപ്പോഴാണ്. നമുക്ക് ദൈവത്തെ കാണാൻ കഴിയണം. ദൈവികമായ ദർശനമാണ് അതിൻ്റെ കാരണം. ഇവിടെ യെശയ്യാവ് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധിയെ കണ്ടു, ദൈവത്തിൻ്റെ ഭയങ്കരത്വം കണ്ടു, അവിടുത്തെ മഹത്വം കണ്ടു, അവൻ എങ്ങനെയുള്ളവനാണ്. ഈ ദൈവത്തിൻ്റെ ഭയങ്കരത്വവും വലിപ്പവും കണ്ടു. ഈ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനാണ് എന്ന് യെശയ്യാവ് കണ്ടെത്തി. ഈ ദൈവം നമ്മെ വ്യത്യാസപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ദൈവമേ, അങ്ങയുടെ ആ ദർശനം എനിക്ക് നൽകണമേ. എൻ്റെ ജീവിതത്തിലെ കുറവുകളെ കാണാനും എൻ്റെ നാവിൻ്റെ വാക്കുകളുടെ ദോഷങ്ങളെ കാണാനും എന്നെ സഹായിക്കണമേ. എല്ലാ ആവലാതികളും പരാതികളും പിറുപിറുപ്പുകളും ഒക്കെ നിർത്തിയിട്ട് മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനും നല്ലത് പറയാനും നല്ലത് ചിന്തിക്കാനും മറ്റുള്ളവരെ ബ്ലസ് ചെയ്യാനും എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാമോ? ദൈവഭയമാണ് ദോഷത്തെ വിട്ടകന്ന് നന്നായിട്ട് ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. ഇയ്യോബിൻ്റെ കാര്യം എടുക്കാം. ഇയ്യോബിൻ്റെ ജീവിതത്തിലുണ്ടായ ദുരിതങ്ങളെക്കുറിച്ചും അവന് സകലവും നഷ്ടപ്പെട്ട കാര്യമൊക്കെ നമുക്കറിയാം. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ 1 മുതൽ 42 വരെയുള്ള അധ്യായങ്ങൾ വായിച്ചാൽ 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും നാം കാണുന്നത് അപ്രതീക്ഷിതമായി ധനവാനായിരുന്ന വലിയ പ്രമാണിയായിരുന്ന ഇയ്യോബിന് സകലവും നഷ്ടപ്പെട്ടു. എന്നാൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ദൈവം ഇയ്യോബിനെക്കുറിച്ച് ഏറ്റവും നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇയ്യോബിനെക്കുറിച്ച് 4 കാര്യങ്ങൾ 2 പ്രാവശ്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും യഹോവയെ ഭയപ്പെടുന്നവനും ദൈവത്തെ ഭയപ്പെടുന്നവനുമായിരുന്നു. എന്നിട്ടും ഈ ദുരിതങ്ങളും നഷ്ടങ്ങളും ഇയ്യോബിനെ ദൈവം അനുവദിച്ചു. ദൈവം അനുവദിച്ചതുകൊണ്ടാണ് അതൊക്കെ സംഭവിച്ചത്. നമ്മുടെ ജീവിതത്തിലും ദോഷങ്ങളും വേദനകളും പ്രയാസങ്ങളും ദൈവം അനുവദിക്കുമ്പോൾ അതിനുവേണ്ടി സ്തോത്രം ചെയ്യാൻ പരിശീലിക്കാം.
ദൈവമേ, എനിക്കിത് മനസ്സിലാകുന്നില്ല, എങ്കിലും നിനക്കൊരു പദ്ധതിയുണ്ട്, അങ്ങയുടെ പദ്ധതി ഏറ്റവും നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാം. ഇയ്യോബിൻ്റെ പുസ്തകം എടുക്കാം, 42-ാം അധ്യായം. ജോബ്, ദ ബുക്ക് ഓഫ് ജോബ് 42. ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരൊക്കെ വന്ന് ഇയ്യോബിനെ കുറ്റപ്പെടുത്തുകയും ഇയ്യോബിനെതിരായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇയ്യോബ് ഒടുവിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ഇയ്യോബിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇയ്യോബിന് ചില ബോധ്യങ്ങളുണ്ടായി. 42-ാം അധ്യായം 6-ാമത്തെ വചനം, 5ഉം 6ഉം വചനങ്ങൾ. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടായപ്പോൾ സ്നേഹിതന്മാർ വന്ന് കുറ്റം പറഞ്ഞപ്പോൾ ഒക്കെ ഇയ്യോബിന് പെട്ടെന്ന് ദുഃഖമുണ്ടായി. തന്നെ തന്നെ ന്യായീകരിച്ച് ഒക്കെ സംസാരിക്കുന്നു, പിറുപിറുക്കുന്നുണ്ട്, കുറ്റം പറയുന്നുണ്ട്, ആവലാതികൾ പറയുന്നുണ്ട്, തൻ്റെ ജന്മദിവസത്തെ ശപിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഇല്ലേ? ഇതൊക്കെയുണ്ട്. വളരെ വിഷമങ്ങളുണ്ടായി. തന്നെ തന്നെ ന്യായീകരിച്ച് ഞാൻ എത്ര നല്ലവനായി ജീവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം ദൈവത്തെക്കുറിച്ചുള്ള ദർശനത്തിൻ്റെ അഭാവം കൊണ്ടാണ് എന്ന് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണാൻ സാധിക്കും. ദൈവത്തെക്കുറിച്ചുള്ള കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴാണ് ദൈവത്തെ കാണുന്നത്. ദൈവത്തിൻ്റെ ദർശനം ഇപ്പോഴാണ് ഇയ്യോബിന് ലഭിച്ചത്. ഇയ്യോബിൻ്റെ ഭാര്യയ്ക്ക് ആ ദർശനം ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഇയ്യോബിൻ്റെ ഭാര്യ പറഞ്ഞു, മനുഷ്യ, ഇനി എന്തിനാ ജീവിക്കുന്നത്? ദൈവത്തിനെതിരായിട്ട് 2 ശാപവാക്ക് പറഞ്ഞിട്ട് നീ പോയി ജീവൻ ഒടുക്ക്, ആത്മഹത്യ ചെയ്യ് എന്നാണ് ഭാര്യ പറഞ്ഞത്. ആ ഭാര്യയ്ക്ക് ആത്മീയമായ കാഴ്ചപ്പാടില്ലായിരുന്നു, അതുകൊണ്ട് അങ്ങനെ സംസാരിച്ചു. ഈ മനുഷ്യൻ എത്ര ഉന്നതനായിരുന്നു, എത്ര നല്ലവനായിരുന്നു. ഇയ്യോബ് വളരെ ഭക്തനും ദൈവത്തെ അറിയുന്നവനുമാണ്. ദൈവത്തെ അറിയുന്ന ഭക്തന്മാർക്ക് ഇങ്ങനെയുള്ള ഭാര്യയെ കിട്ടുമോ? അല്ലെങ്കിൽ ദൈവത്തെ അറിയുന്ന ഒരു ഭാര്യയ്ക്ക് മറിച്ചൊരു ഭർത്താവിനെ കിട്ടുമോ? കിട്ടാം, കിട്ടിയിട്ടുണ്ട്, അതിനുള്ള സാധ്യതയുണ്ട്. എങ്കിലും അവിടെ ഇയ്യോബ് അല്പം വിഷമിച്ചുവെങ്കിലും ഇയ്യോബ് പറഞ്ഞു, നീ ഒരു ഭോഷത്വമായിട്ടാണ് സംസാരിക്കുന്നത്, നിനക്ക് കാര്യങ്ങളെ ഒന്നും അറിയാൻ നിനക്ക് മനസ്സിലാകുന്നില്ല, ദൈവത്തിൻ്റെ പദ്ധതികളെ ഒന്നും നിനക്ക് ബോധ്യമാകുന്നില്ല, അതുകൊണ്ടല്ല ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇയ്യോബ് അവിടെ വിട്ടു പോയി. പിന്നെ ഒന്നും ഭാര്യയോട് പറഞ്ഞില്ല. ഭാര്യയെ പറഞ്ഞു വിട്ടൊന്നുമില്ല, ആ ഭാര്യ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ദൈവം കഴിഞ്ഞ് ഇതെല്ലാം അനുഗ്രഹിച്ചു. ദൈവം അവന് ഇരട്ടിയായി മടക്കി കൊടുത്തു. ഭാര്യയെ മാറ്റിക്കൊടുത്തില്ല, അതേ ഭാര്യയാണ്. പിന്നെ 10 മക്കളും ജനിച്ചു. അവരുടെ കുടുംബം അനുഗ്രഹമായി. ആ ഭാര്യയൊക്കെ കർത്താവിൻ്റെ വെളിച്ചം കണ്ട് ശരിക്കും വന്ന് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം കാര്യങ്ങളെ മാറ്റുന്നവനാണ്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ശാപവാക്കുകളൊക്കെ പറഞ്ഞതിന് ശേഷം ദൈവിക ദർശനം കിട്ടിയപ്പോൾ അയാളുടെ ആവലാതികളൊക്കെ നിന്നു. ദൈവം കാര്യങ്ങളെ അനുഗ്രഹമാക്കി തീർത്തു. താൻ പറയുന്നു, ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. ദൈവമക്കളെ, ദൈവിക ദർശനത്തിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം. കർത്താവേ, അങ്ങയുടെ മുഖം എനിക്ക് കാണിച്ചു തരണമേ. ദൈവമേ, അങ്ങയുടെ സ്വഭാവം എന്നെ കാണിച്ചു തരണമേ. എൻ്റെ ജീവിതത്തെ മാറ്റണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ അവസ്ഥകളെ ദൈവം മാറ്റും. യേശുവിൻ്റെ ആ ദർശനം ഉണ്ടായപ്പോൾ യോഹന്നാൻ അപ്പോസ്തലന് യേശുവിൻ്റെ ദർശനം കിട്ടി. അത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലാണ്. അവിടെ യേശുവിൻ്റെ കാൽക്കൽ മരിച്ചവനെ പോലെ യോഹന്നാൻ അപ്പോസ്തലൻ വീഴുന്ന ഒരു ഭാഗമുണ്ട്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 13-ാം വാക്യം മുതൽ തേജസ്കരിക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദർശനം ഈ യോഹന്നാൻ അപ്പോസ്തലൻ ലഭിച്ചു. അപ്പോൾ താൻ എന്തു ചെയ്തു? 17-ാം വാക്യം, അവനെ കണ്ടിട്ട്, ഈ തേജസ്സുള്ള ക്രിസ്തുവിനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഈ ദർശനമാണ് യോഹന്നാൻ അപ്പോസ്തലനെ പിടിച്ചു നിർത്തിയത്, ഉറപ്പിച്ചത്. കർത്താവിൻ്റെ ദർശനം, യേശു എങ്ങനെയുള്ളവനാണെന്ന് കാണുവാൻ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. എബ്രായരുടെ പുസ്തകം 12-ാം അധ്യായം, Hebrews 12 വേഴ്സ്, അതിൻ്റെ 2-3 വചനങ്ങൾ നോക്കാം. വേഴ്സസ് 2 and 3. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ
പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. ഇവിടെ നാം വായിക്കുന്ന കാര്യം യേശുക്രിസ്തുവിനെ ധ്യാനിച്ചു കൊള്ളുക, അവിടുത്തെ മുഖത്തേക്ക് നോക്കുക, അവിടുത്തെ ക്രൂശിലേക്കൊന്ന് നോക്കുക, അവിടുന്ന് പെട്ട പാടുകളെക്കുറിച്ച് ധ്യാനിക്കുക. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്? യേശുവിനെ നിങ്ങൾ ധ്യാനിക്കുകയും നോക്കുകയും ചെയ്താൽ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കാൻ സാധിക്കും. അങ്ങനെ നോക്കാതിരുന്നാൽ നാം ക്ഷീണിച്ച് മടുത്തു പോകും. നമുക്ക് ആവലാതികളും പിറുപിറുപ്പും സങ്കടങ്ങളും വിഷമങ്ങളും വർദ്ധിച്ചു വരും. എന്നാൽ ഇതൊക്കെ മാറാൻ വേറെ കുറുക്കുവഴി ഒന്നുമില്ല. നമ്മുടെ സങ്കടങ്ങളും ഭാരങ്ങളും ആവലാതിയും പിറുപിറുപ്പും ശാപവാക്കുകളും ഒക്കെ മാറിപ്പോകണമെങ്കിൽ യേശുവിനെ നോക്കണം. ഇവിടെ അതാണ് നമ്മോട് പറയുന്നത്, യേശുവിനെ നോക്കുക. 2-ാം വാക്യം, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. ഈ യേശു കഷ്ടത സഹിച്ചപ്പോൾ, തൻ്റെ കൈ തുറന്ന് കൈകളിൽ ആണി ഏറ്റപ്പോൾ ആരെയും ശപിച്ചു പറഞ്ഞില്ല. ഇങ്ങനെയൊക്കെ ക്രൂരമായി മോശമായി ഇടപെടുമ്പോൾ മനുഷ്യർ ആരാണെങ്കിലും അവരുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ആ സ്വഭാവമൊക്കെ എഴുന്നേറ്റ് വരും. അവരെ പ്രാകാനും ദുഷിക്കാനും ഒക്കെയുള്ള പ്രേരണ ഉണ്ടാകും. എന്നാൽ യേശു അങ്ങനെയൊന്നും ചെയ്തില്ല. അതൊക്കെ നിശബ്ദമായി സഹിച്ചു. ഒരുപക്ഷെ നിലവിളിച്ചു വേദനിച്ച് കരഞ്ഞു കാണും, എങ്കിലും ആരെയും ശപിച്ചില്ല. ഒടുവിൽ അവർക്ക് വേണ്ടി ക്ഷമ ചോദിക്കുകയാണ് ചെയ്തത്. പിതാവേ, ഇവരോട് ക്ഷമിച്ചു കൊടുക്കണമേ. ആ യേശുവിനെയാണ് നാം ധ്യാനിക്കുവാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള വിരോധം സഹിച്ചപ്പോൾ, പാപികളാൽ വിരോധം സഹിക്കുകയും ക്രൂശിക്കപ്പെടുകയും കൈകളിൽ ആണി അടിച്ചു കയറ്റുകയും കാലുകളിൽ ആണി അടിച്ചു കയറ്റുകയും ഉപദ്രവിക്കുകയും മുൾക്കിരീടം തലയിൽ വയ്ക്കുകയും, അത് വളരെ ലളിതമായ കാര്യമല്ല, ക്രൂരമായിട്ട് ആണ് അവർ ചെയ്തത്. ഇങ്ങനെയുള്ള വിരോധം സഹിച്ച് വേദനിച്ചു കൊണ്ടിരിക്കുമ്പോഴും യേശു പിറുപിറുക്കുകയോ ശാപവാക്കുകൾ പറയുകയോ പരാതിപ്പെടുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല. ആ യേശുവാണ് നമ്മുടെ മാതൃക. ഇന്ന് രാവിലെ നാം യേശുവിനെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാകും. എന്നാൽ അതിനു പകരം നാം മറ്റുള്ളവരെ നോക്കിയാൽ, മനുഷ്യരെ നോക്കിയാൽ നമുക്ക് സങ്കടങ്ങളും വിഷമങ്ങളും വേദനകളും വർദ്ധിച്ചു വരും. അങ്ങനെ ആകരുത് എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ ദർശനം, യേശുവിനെക്കുറിച്ചുള്ള ആ ദർശനം മങ്ങി പോകുമ്പോൾ നാം മനുഷ്യരെ നോക്കാൻ തുടങ്ങും. അവരിങ്ങനെ ചെയ്തില്ല, അവരങ്ങനെ ചെയ്തു, അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞില്ല, അവരെന്നെ സഹായിച്ചില്ല. പലപ്പോഴും ആശുപത്രിയിൽ പോയപ്പോൾ ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പലരും പറയാറുണ്ട്, വിശ്വാസികൾ പോലും പറയും, ആരും എന്നെ അന്വേഷിച്ച് വന്നില്ല, ആരും എന്നെ നോക്കിയില്ല. നാം പോകണം കേട്ടോ, നോക്കുക അന്വേഷിക്കുകയൊക്കെ വേണം. എന്നാൽ അത് അവരുടെ കാര്യം, വരുമോ വരാതിരിക്കുമോ അവരുടെ കാര്യം. പക്ഷേ നമ്മെ സംബന്ധിച്ച് നമുക്ക് ആവലാതിയില്ല, പെറുപെറുപ്പില്ല. നമ്മുടെ ദർശനം കർത്താവിലേക്ക് വെച്ചാൽ, ആ ദർശനം മങ്ങാതെ ഇരുന്നാൽ നമുക്ക് നമ്മെക്കുറിച്ച് സങ്കടവും അതൃപ്തിയും വിഷമവും ഒന്നും ഉണ്ടാകത്തില്ല. ദൈവമേ, എനിക്ക് അർഹിക്കുന്നതിലൊക്കെ അധികമായിട്ട് അവിടെ നൽകിയിട്ടുണ്ട്, എനിക്ക് ഒരാവലാതിയുമില്ല, ഒരു പരാതിയുമില്ല. നമ്മുടെ രാജ്യത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വന്ന് യേശുക്രിസ്തുവിനെ പ്രസംഗിച്ച മിഷണറിമാരുണ്ട്, അനേകം മിഷണറി വീരന്മാരുണ്ട്. അവരൊക്കെ ഇവിടെ വന്ന് അവരുടെ സൗകര്യങ്ങളുമെല്ലാം നഷ്ടപ്പെടുത്തി ഇവിടെ വന്ന് ഇവിടുത്തെ കാലാവസ്ഥയുടെ കാഠിന്യമൊക്കെ സഹിച്ച്, രോഗങ്ങൾ സഹിച്ച് അവർ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അവർക്ക് ആവലാതികൾ ഒന്നുമില്ലാതെ സ്തോത്രത്തോടെ ഇതെല്ലാം സഹിച്ചിവിടെ ഒന്ന് പ്രവർത്തിച്ചതിൻ്റെ കാരണം ഈ യേശുവിൻ്റെ ദർശനമായിരുന്നു. യേശുവിൻ്റെ ത്യാഗവും ദർശനവുമാണ് അവരെ ഈ രാജ്യത്തേക്ക്, അല്ലെങ്കിൽ മറ്റ് ചൈനയിലേക്കും ആഫ്രിക്കയിലേക്കും ഒക്കെ അവരെ പറഞ്ഞയച്ചത്. യേശുവിൻ്റെ ഈ ദർശനമായിരുന്നു. നമുക്ക് കർത്താവിലേക്ക് നോക്കാം. ദൈവമേ, ഈ ദർശനം എനിക്ക് നൽകണമേ. പ്രതികൂലങ്ങളെ നേരിടുവാനും ദൈവത്തിനു വേണ്ടി പിടിച്ചു നിൽക്കുവാനും കർത്താവ് അയക്കുന്നിടത്ത് പോകാനും എന്നെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദർശനം ക്ലിയർ ആകട്ടെ, വ്യക്തമാകട്ടെ. പൗലോസ് പറയുന്ന ഒരു വചനം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യത്തിലാണ്. ഫിലിപ്പിയൻസ് 3:14. ഒന്ന് ഞാൻ ചെയ്യുന്നു, ഒരു കാര്യം മാത്രം ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളവയെ മറന്നിട്ട് മുമ്പിലുള്ളവയ്ക്കായി ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ ആ ഉയർന്ന പരമവിളിയുടെ ആ സമ്മാനം പ്രാപിക്കുവാൻ, ബിരുദ പ്രാപിക്കുവാൻ ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. ക്രിസ്തുവിനെ നോക്കാം. ദൈവത്തിൻ്റെ മുഖം
ദൈവത്തിൻ്റെ ആ ദർശനത്തിന് വേണ്ടി ആഗ്രഹിക്കാം. അതാണ്, ആ ദർശനമാണ് നമ്മെ പിടിച്ചു നിർത്തുന്നത്. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാൻ ഇന്ന് രാവിലെ കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവിന് സ്തോത്രം. നാം ഇന്ന് രാവിലെ ഈ കാര്യങ്ങളാണ് കേട്ടത്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നെങ്കിൽ മാത്രമേ ഫലം കൊടുക്കുവാൻ കഴിയത്തുള്ളൂ. നമ്മുടെ സ്വയത്തിന് മരിച്ച്, നമ്മുടെ സ്വയത്തെ ദ്വേഷിച്ച്, ക്രൂശെടുത്ത് ക്രിസ്തുവിനായിട്ട് മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. നാം അതിന് ഒരുക്കമുള്ളവരാണോ? ക്രൂശിനെ സഹിക്കുവാൻ കർത്താവേ എന്നെ അതിന് ബലപ്പെടുത്തണമേ. ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്ന എല്ലാ വിഗ്രഹങ്ങളെയും എറിഞ്ഞു കളയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നാം കേട്ടു, അത് നാം ആരും ആക്ഷരികമായി പ്രതിമകളുണ്ടാക്കി പൂജിക്കുന്നവരല്ല. എന്നാൽ നമ്മുടെ പണം, നമ്മുടെ വീട്, നമ്മുടെ വാഹനം, നമ്മുടെ മക്കൾ, അവരുടെ പഠിപ്പ്, ഇവിടുത്തെ സൗകര്യങ്ങൾ, മറ്റൊത്തിരി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ കൈ നിറയുണ്ട്. ഈ കയ്യിൽ നിറച്ച് സാധനങ്ങളുണ്ടെങ്കിൽ കുരിശിൽ തറയ്ക്കാൻ പറ്റുകയില്ല. കുരിശിൽ തറയ്ക്കാനായിട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഈ കൈ നിവർത്തി വെച്ചേ പറ്റുള്ളൂ. അവർ കൈ പിടിച്ച് നിവർത്തി വെച്ചിട്ടാണ് ആണിയടിക്കുന്നത്. നമ്മുടെ എല്ലാ നമുക്ക് വേണ്ടി നാം കരുതിയിരിക്കുന്ന, എൻ്റേത് എന്ന് പറയുന്ന എല്ലാ പൊസഷൻസും എല്ലാം ദൈവരാജ്യത്തിന് വേണ്ടി ചെലവിടുവാനും ചെലവാക്കുവാനും വിട്ടുകൊടുക്കുവാനും നമുക്ക് ഒരുങ്ങാം. ക്രൂശിൻ്റെ അവസ്ഥയിൽ, അനുഭവത്തിൽ മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മെ ഇന്ന് രാവിലെ അതിനായിട്ടാണ് വിളിക്കുന്നത്. കർത്താവെ, അങ്ങയുടെ ദർശനം എനിക്ക് വീണ്ടും നൽകണമേ. ക്രൂശിൻ്റെ ദർശനം എനിക്ക് നൽകണമേ. അവിടുന്ന് എങ്ങനെ ക്രൂശിനെ സഹിച്ചു എന്നെന്നെ കാണിക്കണമേ. എല്ലാ ആവലാതിയും പിറുപിറുപ്പും പരാതിയും മനസ്സിൽ ദുഃഖിച്ച് ക്ഷീണിച്ച് മടുത്തു പോകാതിരിപ്പാൻ, അങ്ങയെ നോക്കിക്കൊണ്ട് ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. എല്ലാ ആവലാതികളും മാറി സ്തോത്രം പറയുന്നവരായി, എപ്പോഴും ജീവിതത്തിൻ്റെ കാര്യങ്ങളെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് എല്ലാറ്റിനും വേണ്ടി എപ്പോഴും സ്തോത്രം ചെയ്യുന്നൊരനുഭവം, അത് നമുക്ക് കൂടുതലായിട്ട് തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് രാവിലെയും ദൈവം നമ്മെ അതിന് ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ, മുമ്പോട്ട് വഴി നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.